ബ്രോ തിരക്കിലാണോ? ഇന്നൊരു വീഡിയോ പ്രൊമോട്ട് ചെയ്തരോ? ഇതേപോലെ ഡൈകാസ്റ്റ് ആർ സിക്കാർ ഇഷ്ടപ്പെടുന്ന മുതലുകൾക്കുള്ള വീഡിയോ ആണ്. രണ്ട് പെട്ടപ്പം മുതൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് നോക്കിയോളൂ. അതിനൊരു വണ്ടിയാണ് നമുക്ക് ഇവിടെ വച്ചന്മാർക്ക് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കണം. ആ F1 തന്നെ എല്ലാരും മനസ്സിലുള്ള സാധനം തന്നെ സെറ്റാക്കാം. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ എവിടെ ഇപ്പൊ ഇത് വെക്കുക? പക്ഷേ വണ്ടർ മുകളിൽ ഉണ്ടോ? അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണാം. ഓ പണ്ടാറ ഇത് തുറക്കാനും കിട്ടില്ലല്ലോ. കിട്ടിണ്ട്. എന്റെ മോനെ നോക്കി നോക്കി കാറാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കാറ്. ഇതില് ബാക്കി വന്നേക്കെന്ന് പറഞ്ഞ ബോക്സില് കാറ്റലോഗ് വന്നിട്ടുണ്ട്, ചാർജറിന്റെ വള്ളി വന്നിട്ടുണ്ട്. ബോസ് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ, റിമോട്ടില്ല. അത് എടുക്കും വെച്ചാ അത് കൊള്ളാലോ ബോസെ. എന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇനി ഒരു പറ്റിക്കാണോ നമുക്ക് അറിയണല്ലോ, ചെയ്ത് നോക്ക് തന്നെ. അപ്പൊ വന്നിട്ടുണ്ട് ബോസ്. സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്പാണ് വരിക. ഇതാണ് അതിന്റെ ആപ്പ് വരുന്നത്. ബോസെ ഓപ്പൺ ആയിട്ടാ, പറ്റിപ്പൊന്നല്ല. അപ്പൊ ഇതില് വന്നു കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതില്. അപ്പൊ അത് തൊടുക. അപ്പൊ അത് തൊട്ട് നമ്മുടെ ഡിവൈസിന്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കണം. എന്നാലും നമുക്ക് വണ്ടിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചോണ്ടാണ് ഇതിൽ കാണുന്നത്. അതിൽ കുറെ നമ്മളെ മാനുവൽ യൂസർ മാനുവൽ കുറെ സംഭവങ്ങൾ കാണിക്കുക. അതൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കണക്ഷൻ വരും. പോയി ബോസേ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരിക. അതിൽ ആഡ് കാർന്ന് കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിന്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കുന്ന ഇന്റർഫേസ് വരും. അപ്പൊ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലാണ് ഈ കാറിന്റെ F1 കാണിക്കുന്നത്. അതിന്റെ സൈഡിൽ തന്നെ റിമോട്ട് കൺട്രോൾ എഴുതി കാണിക്കും. അതിൽ തൊടുക. അപ്പൊ നമ്മുടെ വണ്ടി ഫോൺ വെച്ച് കണക്ട് ചെയ്യാൻ തരും. ആദ്യം കാറിന്റെ ബാക്കിൽ തന്നെയാണ് ഓൺ സ്വിച്ച് വരുന്നത്. ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അവിടെ കുറെ ആപ്പിൽ നിന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് വരിക. ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ വരുന്ന കൺട്രോൾ ഡിവൈസിൽ വരുന്നത്. അപ്പൊ ഇതിൽ എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ കാറ് ഓൺ ആവുള്ളൂ. നമുക്കത് ഓൺ ആക്കാം. നമ്മുടെ കാർ ഓൺ ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കൺട്രോൾസ് വരുന്നത്. ലെഫ്റ്റും റൈറ്റും, ഇത് ഫോർവേഡ്, ഇത് ബാക്ക്. പിന്നെ ഇതിൽ വേറെ വരുന്നത് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ലെഫ്റ്റും റൈറ്റും തിരിക്കാനുള്ളത് ഒരു ജോയിസ്റ്റിക്ക് മതിയാണ് വരുന്നത്. അപ്പൊ അത് ഈ CTRL മോഡ് നെക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നേരെ തിരിച്ചു വരും, ബട്ടണായിട്ട് വരും. ഒന്നുകൂടി നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൈറോസ്കോപ്പ് വരെ. ഒന്നുകൂടി നെക്കി കഴിഞ്ഞാൽ ഗൈറോന്റെ നേരെ റിവേഴ്സ്. ടർബോ പറഞ്ഞൊരു മോഡ് ഉണ്ട്. ടർബോയിൽ നമുക്ക് മാക്സിമം സ്പീഡ് വരുന്നത് 300 ആണ്. 300 നമ്മളെ ഇതിൽ കാണിക്കുന്നതാണ് സ്പീഡാണ്. പിന്നെ 360 പറയുമ്പോൾ നമ്മുടെ കാറ് 360 ആയിട്ട് റൊട്ടേഷൻ ആയിട്ട് വണ്ടി മൂവ് ചെയ്ത് കൊടുക്കും. ഇത്ര നമ്മളെ F1 അല്ലേ, നമുക്ക് അതിന്റെ വേറൊരെണ്ണം കൂടി വരുന്നുണ്ട്. ഇതാണ് ആ കാർ വരുന്നത്. ഇത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ആ ആപ്പിൽ കണക്ട് ചെയ്യണം വേണ്ടത്. എന്നിട്ട് ഇതിൽ എക്സ്ട്രാ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. എടുത്ത് കാണിച്ചുതരാം. ഈ റിമോട്ടിൽ ഈ ഒരു ലൈറ്റിന്റെ ചിഹ്നം ഉണ്ടാവും. അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ ലൈറ്റ് ഓണും ഓഫ് ആവുന്ന കാണാം. കൊച്ചന്മാരെ എനിക്ക് രണ്ടു വണ്ടികൾ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒന്ന് ഞാൻ വാങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടികൾ വാങ്ങണം വെച്ചാൽ വരേണ്ട സ്ഥലം അറിയാലോ. തൃപ്പൂണിത്തറ പേട്ട, പില്ലർ നമ്പർ 965 നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പ് ക്രിസ്ബി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ശരി.